ചൈനയെ തീർക്കാൻ ഉത്തര കൊറിയ രംഗത്തിറങ്ങുകയാണ്. അതായത് അവരുടെ സ്വപ്ന പദ്ധതി ഇല്ലാതാക്കിയത് ഉദ്യോഗസ്ഥരാണോ ചൈനയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ. എന്തായിരിക്കും ചൈനയ്ക്ക് സംഭവിക്കുന്നത്? ഒരു അണുവായുധം വല്ലതും ചൈനയിലേക്ക് വിടാൻ സാധ്യതയുണ്ടോ? ഉത്തര കൊറിയ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും നോർത്ത് കൊറിയയുടെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ നോർത്ത് കൊറിയയുടെ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ സ്വപ്ന പദ്ധതിയാണ് ഏതാണ്ട് 5000 ടൺ ഭാരമുള്ള ഒരു ആധുനിക യുദ്ധക്കപ്പൽ. ഇതിന്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ പതുക്കെ ഇത് നീറ്റിലിറക്കാനുള്ള ചടങ്ങ് വരികയാണ്. അതായത് നിലവിൽ വടക്കുകിഴക്കൻ തുറമുഖ നഗരമായ ചോങ്ജിനിൽ നിന്നാണ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ കിം ജോങ് ഉൻ ഇത് കാണാനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ അദ്ദേഹം പോയില്ല. പക്ഷേ വലിയ തോതിൽ ജനങ്ങളൊക്കെ വന്നു. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവസാനം യുദ്ധക്കപ്പൽ നീറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് തലയും കുത്തി താഴെ വീഴുന്നു. എന്ന് പറഞ്ഞാൽ പകുതി കരയിൽ പകുതി കടലിൽ, എന്നിട്ട് കുറേ ഭാഗത്തിന് പരിക്കൊക്കെ പറ്റി. ഇത് ലോകരാജ്യങ്ങളൊക്കെ അറിഞ്ഞു. ഭയങ്കര നാണക്കേടായി നോർത്ത് കൊറിയ. അപ്പോൾ നോർത്ത് കൊറിയൻ ഏകാധിപതി പറയുകയാണ് ഇത് ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ്, ഇത് ചെയ്തവർക്കെതിരെ കഠിനമായ നടപടി സ്വീകരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കാനൊക്കെ അവർ ശ്രമിച്ചു. പക്ഷേ ലോകത്തെല്ലാം തന്നെ ഇപ്പോൾ സാറ്റലൈറ്റിൻ്റെ കാലമാണല്ലോ. സാറ്റലൈറ്റ് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് ഒപ്പിയെടുത്തു. ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നീല ടാർപോളിന് ഉപയോഗിച്ച് കപ്പൽ മൂടിയിട്ടേക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കാറും വണ്ടികളും ഒക്കെ മൂടിയിടുന്നുണ്ടല്ലേ എന്ന് പറയുന്ന പോലെ അവരുടെ അഭിമാനമായ കപ്പൽ നീല തുണി വെച്ച് മൂടിയിടേണ്ട ഒരു ഗതികേടിൽ ഈ നോർത്ത് കൊറിയ എത്തി. അപ്പോൾ ഇതിന് കാരണക്കാരാരാ? സാധാരണഗതിയിൽ റഷ്യൻ സാങ്കേതിക സഹായത്തോടെയാണ് എല്ലായ്പ്പോഴും നോർത്ത് കൊറിയ കപ്പൽ നിർമ്മിക്കുന്നത്. അതാണ് സോവിയറ്റ് കാലഘട്ടം പോലുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറി ചൈനീസ് സഹകരണത്തോടു കൂടി ഒരു നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ചൈന കൊടുത്ത യന്ത്രോപകരണങ്ങൾ, അതിൻ്റെ പാർട്സ്, ഇതൊക്കെ ഉണ്ടാകാം ഇതിനകത്ത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. അപ്പോൾ ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പലപ്പോഴും തുറന്നു കാട്ടപ്പെട്ടു. അതായത് അവരുടെ യുദ്ധോപകരണങ്ങൾ പാഴാണ്, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടത്ര മെച്ചമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ യുദ്ധോപകരണങ്ങൾക്ക് ലോക മാർക്കറ്റിൽ തന്നെ വൻ ഇടിവുണ്ടായി. അതുപോലെ ആയിരിക്കില്ലേ ഒരുപക്ഷെ നോർത്ത് കൊറിയയ്ക്കും കൊടുത്തത്. അപ്പോൾ നോർത്ത് കൊറിയ 5000 ടണ്ണുള്ള ഒരു കപ്പൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ പേടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെയുണ്ട്. കാരണം ഇതേ ദിവസം തന്നെ അമേരിക്ക മിനിറ്റ്മാൻ 3 എന്ന് പറയുന്ന ഒരു മിസൈൽ നിർമ്മിച്ചു. ഈ മിസൈൽ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയുന്നതാണ്. വലിയ തോതിൽ ഭീഷണി ഉണ്ടാക്കുന്നു. അപ്പോൾ ഉത്തര കൊറിയയെ ഞെട്ടിക്കാം എന്നൊക്കെയാണ് അവർ കരുതിയത്. ഇവിടെ എന്ത് ചെയ്തു? നോർത്ത് കൊറിയ അടുത്ത തീരുമാനം എടുത്തു, ഞങ്ങൾ ഒരു യുദ്ധക്കപ്പൽ നീറ്റിലേക്ക് ഇറക്കുന്നു, അമേരിക്കയെ ഞെട്ടിക്കാം. അങ്ങനെയാണ് ഈ പദ്ധതിയുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ചൈനീസ് സഹകരണത്തോടെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുകയും കപ്പൽ കൃത്യമായി നീറ്റിലിറങ്ങിയില്ല, അത് തലയും കുത്തി വീഴുകയും ചെയ്തു. ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നോർത്ത് കൊറിയ അപമാനപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. ഒരുപക്ഷെ ചൈന ചെയ്തതാണെന്നുള്ള പരോക്ഷമായ സൂചനയുണ്ട്. അപ്പോൾ ഷീ ജിൻപിങ് എന്ന് പറയുന്ന ഒരു കരുത്തരായ ഭരണാധികാരിയാണ്. കിം ജോങ് ഉൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വൃത്തികെട്ടവനായ മറ്റൊരു ഭരണാധികാരിയാണ്. ഈ രണ്ട് ഭരണാധികാരികളും കൂടെ ഒന്നിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം തീരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രത്യേകിച്ച് സിനിജി പറഞ്ഞതുപോലെ ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്നത് തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത ഒരു മനുഷ്യനെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തെങ്ങനെ ചെയ്യുമെന്നറിയില്ല. എന്റെ പടം ഇല്ലാത്ത വീടുകളൊക്കെ കത്തിച്ചു കളയാനാണ് ഇങ്ങനെ പറയുന്നത്. എടുക്കുന്ന നിലപാടുകളൊക്കെ പലപ്പോഴും നമുക്ക് തന്നെ തോന്നും ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം ഞാൻ പകലെന്ന് പറയുമ്പോൾ അവിടെ പകലായിരിക്കണം, ഞാൻ രാത്രി എന്ന് പറയുമ്പോൾ അവിടെ രാത്രി ആയിരിക്കണം. അങ്ങനെയാണ് ഈ സൂര്യനെ പോലും വിരട്ടി നിർത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ എന്നൊക്കെ തമാശയ്ക്ക് പലരും പറയും. അപ്പോൾ ഈ ചൈന കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ കുറഞ്ഞ ലോ ക്ലാസ് സാധനങ്ങൾ കൊടുത്ത് പറ്റിച്ചു എന്നറിഞ്ഞാൽ ഇയാൾ ചൈനയെ വെറുതെ വിടും. കാരണം സ്വന്തം ജനതയെ പോലും വെറുതെ വിടാത്ത ഒരാൾ തന്നെ പറ്റിച്ച ഒരു രാജ്യത്തെ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ആ രാജ്യത്തെ വെറുതെ വിടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു രീതിയിലുള്ള സംശയം വേണ്ട. ചൈനയെ തീർക്കാനുള്ള എല്ലാ രീതിയും പിന്നെ എന്താ പറയുക, കിം ജോങ് ഉൻ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിപ്പിച്ചതെങ്കിൽ ആ ഉദ്യോഗസ്ഥരെല്ലാം ഇയാൾ കൊലവിളിക്കും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഇപ്പൊ ഇയാൾ പറയുന്ന പുതുതലമുറ യുദ്ധക്കപ്പൽ, ഇതാണ് ഇയാളുടെ ഒരു സ്വപ്നം. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യുദ്ധോപകരണ വ്യവസായ വകുപ്പ് കൊറിയയിലെ, അതുകൂടാതെ കിം ജോങ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, സെൻട്രൽ ഷിപ്പ് ഡിസൈൻ ബ്യൂറോ, ഇത് മൂന്നും കൂടെ സംയുക്തമായാണ് ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് വന്നത്. അപ്പോൾ ഇതിന് വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞരായിരിക്കാം, ടെക്നീഷ്യന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയവരായിരിക്കാം. ആരാണോ കുറ്റം ചെയ്തത് അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. കാരണം കൊറിയയിലെ ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മേളനം ഈ ജൂണിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള നമുക്ക് ഭീഷണിയാകുന്ന രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി കൊടുക്കുമെന്നും നമ്മൾ പുതിയ യുദ്ധക്കപ്പൽ ഉണ്ടാക്കിയെന്നും ഒക്കെ അഭിമാനിക്കാൻ ഇവർ ഇരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഈ യുദ്ധക്കപ്പലിന് ഈ വീഴ്ച പറ്റുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നീല ടാർപോളിനിട്ട് മൂടിയ ചിത്രങ്ങൾ, സാറ്റലൈറ്റിൻ്റെ ചിത്രങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും കിട്ടി. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നോർത്ത് കൊറിയയെ അപമാനിക്കാൻ ആരോ ചില ശ്രമങ്ങൾ നടത്തിയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്.
സോഫിയോൺ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഈ കപ്പൽ ഇതെന്ന് പറയുന്ന ആധുനികമായിട്ടുള്ള എല്ലാ മിസൈലുകളും വഹിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് ആധുനിക യന്ത്രോപകരണങ്ങളെല്ലാം വഹിക്കാൻ കഴിയും. അതാണ് 5000 ടൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായിട്ട് നോർത്ത് കൊറിയ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് വലിയ തിരിച്ചടി കിട്ടുന്നത്. അപ്പോൾ അമേരിക്കയെ പേടിപ്പിക്കാനായിട്ട്, സൗത്ത് കൊറിയയെ പേടിപ്പിക്കാനായിട്ട് ഇവർ ശ്രമം നടത്തുമ്പോൾ നോർത്ത് കൊറിയ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തും. ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ കിം ജോങ് ഉൻ എന്ന് പറയുന്ന തലയിൽ ആൾ താമസം ഇല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകത. അവിടെ എന്തെങ്കിലും കുറ്റം ചെയ്താൽ എങ്ങനെ ചെയ്യുന്ന അറിയാം, അവരെ നേരെ കൊല്ലുന്ന പറഞ്ഞാൽ പട്ടിയെ വിട്ട് കടുപ്പിച്ച് കൊല്ലുക. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരമായ നടപടിയായിരിക്കും. അതല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് തോക്ക് ഉപയോഗിച്ചോ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചോ ഒരാളെ വേദനിപ്പിച്ച് പീഡിപ്പിച്ചിട്ടാണ് കൊല്ലുന്നത്. സാധാരണഗതിയിൽ അവിടെ ഉണ്ടാകുന്ന സൈനിക പരാജയങ്ങളൊന്നും പുറം ലോകം അറിയാറില്ല. ചൈനയെ പോലെ തന്നെ ഒരു ഉരുക്കുമറ നോർത്ത് കൊറിയ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കിത് സമ്മതിക്കേണ്ടി വരുന്നു. കിം ജോങ് ഉൻ പറയുന്നു, എൻ്റെ സ്വപ്ന പദ്ധതിയായ കപ്പൽ തകർന്നു പോയിരിക്കുകയാണ്. ഈ യുദ്ധക്കപ്പലിലൂടെ, ഫ്രിഗേറ്റിലൂടെ, ആണവ മിസൈലുകളിലൂടെ ലോകത്തെ ഭീഷണിപ്പെടുത്താൻ, ലോകത്തെ നിയന്ത്രിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഇപ്പം വരുന്ന കാലത്ത്, അതായത് ഭാവി കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് സാറ്റലൈറ്റുകളായിരിക്കും കൺട്രോൾ ചെയ്യുക. അതായത് മിസൈൽ വിക്ഷേപിക്കുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ കപ്പലുകളെ നിയന്ത്രിക്കുക ആയിക്കോട്ടെ, വിമാനങ്ങളെ ഇതെല്ലാം സാറ്റലൈറ്റാണ്. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ യുദ്ധകാലത്ത് അതിനനുകൂലമായി, അതിനനുസൃതമായി രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പലായിരുന്നു ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രിഗേറ്റുകൾക്കൊക്കെ കുഴപ്പം സംഭവിക്കുന്നത് കിം ജോങ് ഉന്നിൻ്റെ രാജ്യത്തിന് തന്നെ ചോദ്യം, അല്ലെ അവരുടെ ഒരു ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതുവരെ നമ്മൾ കരുതിയ എന്താ, ഏറ്റവും അധികം ആണവായുധങ്ങൾ ഇവരുടെ കയ്യിലാണ്. ഇവരതെടുത്ത് പ്രയോഗിച്ചാൽ ലോകരാജ്യങ്ങൾ പേടിക്കും. അപ്പോൾ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് കൊറിയയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും ഇവരെ പേടിയില്ല. ഇവിടെ ചൈനയും റഷ്യയും നോർത്ത് കൊറിയയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികളാകുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഈ നോർത്ത് കൊറിയയുടെ സൈന്യത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയില്ല. ഇയാൾ ഏകാധിപതി ആയതുകൊണ്ട് ഇയാൾക്കെതിരെ സംസാരിക്കുകയോ ഇയാൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ കൊന്നു കളയുന്ന ഒരു പ്രവൃത്തിയല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജൂൺ അവസാനത്തോടുകൂടി ഈ യുദ്ധക്കപ്പൽ പൂർവാധികം ശക്തിയോടുകൂടി പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് അതിൻ്റെ ടെക്നീഷ്യൻസ് അവകാശപ്പെടുന്നു. സാധാരണഗതിയിൽ ഒരു കപ്പൽ നീറ്റിലിറക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫ്രിഗേറ്റ് നീറ്റിലിറക്കി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പിന്നീട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റില്ല. കാരണം സൈഡുകൾക്കെല്ലാം തന്നെ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അടിഭാഗത്ത് വലിയ ദ്വാരമോ ഹോളോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ വേറെ കേടുപാടുകൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇവർ നീല ടാർപോളിട്ട് മൂടിയത്. അപ്പോൾ ഇതിനുള്ളിൽ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നുള്ള സംശയം നിലനിൽക്കുന്നു. അപ്പോൾ രണ്ടാം തരം മൂന്നാം തരം ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള രാജ്യമാണ് ചൈന. അപ്പോൾ ഷീ ജിൻപിങ് നേരിട്ട് കിം ജോങ് ഉന്നിനൊരു പണി കൊടുത്തതാണോ അതോ കൂടിയ വിലയ്ക്ക് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ നൽകി അവരെ പറ്റിച്ചതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കിം ജോങ് ഉന്നും അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഉത്തര കൊറിയ ചൈന രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ സ്ഥിതി സംജാതമായാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ലോകത്തെല്ലായിടത്തും യുദ്ധസമാനമായ സാഹചര്യം, റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചില്ല. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇന്ത്യ പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ നിർത്തിയിട്ടില്ല, പാകിസ്ഥാൻ ഭീകരവാദം നിർത്തുമ്പോഴേ ഞങ്ങൾ നിർത്തുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്വന്തം യുദ്ധക്കപ്പൽ തകർന്നു പോയി അതിൻ്റെ അപമാനം പേറുന്ന ഒരു ഭരണാധികാരി ഒരു പക്ഷേ ചൈനയ്ക്കെതിരെ രംഗത്തിറക്കിയാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഏറ്റവും സാമ്പത്തികം കിട്ടാത്ത രാജ്യങ്ങൾക്ക് ഏറ്റവും ലോ കോസ്റ്റ് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവർക്ക് ഇങ്ങോട്ട് സാമ്പത്തികമാണ് അവരുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അത് കിട്ടിയില്ല. ഇപ്പൊ പട്ടിണി കിടന്ന് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആയുധങ്ങൾ, മോശപ്പെട്ട ആയുധങ്ങൾ കൊടുത്ത് അവരെ പറ്റിക്കുക. ഇവിടെ ഉത്തര കൊറിയ പാകിസ്ഥാനെ പറ്റിച്ചതുപോലെ അല്ല ഉത്തര കൊറിയയെ പറ്റിച്ചാൽ ചൈനയ്ക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം രണ്ട് ഭ്രാന്തന്മാർ തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ എന്തുണ്ടാകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും വലിയ യുദ്ധക്കപ്പലുകളൊക്കെ ഇറക്കി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് കിം ജോങ് ഉൻ ഇപ്പോൾ പറയുന്നത്. ഇവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കും, ചെയ്തത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. ഈ ഉത്തരവാദികളായ ആളുകൾക്ക് നേരെ ശിക്ഷ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് ഈ ജൂണിലെ പാർട്ടി സമ്മേളനം കഴിഞ്ഞാണോ അതോ കപ്പൽ അറ്റകുറ്റപ്പണി നടത്തി നീറ്റിലിറക്കിയതിന് ശേഷമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.